നമസ്കാരം. ഇന്ന് ന്യൂസ് ട്രെൻഡ്സ് ചർച്ച ചെയ്യുന്നത് സമകാലിക കേരളത്തിൽ ഏറെ പ്രസക്തമായ ഒരുപാട് ആളുകൾ വിധേയരാകുന്ന തട്ടിപ്പിന്റെ ചില കഥകളാണ്. മറ്റൊന്നുമല്ല, സൈബർ തട്ടിപ്പ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിലുള്ള പലരും, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായാലും നമ്മുടെ മത ആധ്യാത്മിക ലോകത്തുള്ള പല ആളുകളായാലും ഈയിടെയായി ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയമാവുകയും കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നഷ്ടപ്പെടുന്നതൊക്കെ ദിവസവും ദിനംപ്രതി നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇതിന് ഒട്ടും കുറവ് വരുന്നില്ല. വലിയ ഒരു നെക്സസ് ആണ്, വലിയ ഒരു തട്ടിപ്പിന്റെ ഒരുപാട് വലകൾ വിരിച്ചിരിക്കുന്ന ഒരു ലോകമാണ്. പലരും പല പ്രലോഭനങ്ങളിൽപ്പെട്ടും പല വിധത്തിൽ അവരെ ഭീഷണിപ്പെടുത്തിയുമൊക്കെ അനവധി തട്ടിപ്പുകൾ ഓരോ ദിവസവും അരങ്ങേറുന്നുണ്ട്. ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ ന്യൂസ് 18 ചർച്ച ചെയ്യുകയാണ്. ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ തയ്യാറാക്കിയ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴും അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത അനവധി പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു അവബോധം എന്ന നിലയിലും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലും ഇത്തരം തട്ടിപ്പുകളിൽ ഇനി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ വീഴരുത് എന്ന നിലയിലും കൂടിയാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് പോകാം. വലയിൽ വീഴരുത്. ഈ സൈബർ തട്ടിപ്പുകളിലൂടെ ദിവസവും ചതിയിൽപ്പെടുന്നവരുടെ എണ്ണം നിരവധിയാണ്. സർക്കാർ സംവിധാനങ്ങളും സുരക്ഷാ ഏജൻസികളും എത്ര കണ്ട് ജാഗ്രത പാലിച്ചാലും പുതിയ തട്ടിപ്പ് രീതികളാണ് ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. OTP നമ്പർ ചോർത്തിയുള്ള പഴയ ശൈലി വിട്ട് വെർച്വൽ അറസ്റ്റ് പോലെയുള്ള പുതിയ തട്ടിപ്പ് രീതികളാണ് ഇപ്പോൾ. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടന്ന സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത് 10,319 കോടി രൂപയാണ് എന്ന് കാണുമ്പോഴാണ് ഇതിന്റെ ഗൗരവം, എത്ര ഭീകരമാണ് ഈ തട്ടിപ്പ് എന്ന് മനസ്സിലാകുന്നത്. ഇതിൽ 4.3 ലക്ഷം പേരിൽ നിന്നായി തട്ടിയെടുത്ത 1,127 കോടി രൂപ ഇതുവരെ തിരിച്ചുപിടിക്കാനായതായാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് 8,000-ഓളം കോടി രൂപയുടെ തട്ടിപ്പ്, അതായത് ഈ തട്ടിപ്പുകാർ 8,000-ഓളത്തിലധികം കോടി രൂപ നമ്മുടെ ആളുകളിൽ നിന്ന് വെർച്വൽ അറസ്റ്റിലൂടെയും ഭീഷണിയിലൂടെയും മറ്റും സ്വന്തമാക്കി എന്നത് മനസ്സിലാക്കണം. നഷ്ടപ്പെടുന്ന മൊത്തം 10% മാത്രമാണ് തിരിച്ചു പിടിക്കാനാകുന്നത്. ഇത് വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 2022 രാജ്യത്താകെ 9.66 ലക്ഷം പരാതികളായിരുന്നുവെങ്കിൽ 2023 ഇത് 15.56 ലക്ഷമായി ഉയർന്നു. 60% വർധന. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലെ പരാതികൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളിൽ 1.5 ലക്ഷത്തിനടുത്താണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ ഓരോ ലക്ഷം പേരിലും 86 വീതം എന്ന നിരക്കിൽ സൈബർ പരാതികളെത്തി. രാജ്യമാകെ ഇത് 129 പരാതി എന്ന നിരക്കിലാണ്. ഉയർന്ന നിരക്കിലുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ: ഡൽഹി 755, ഹരിയാന 381, തെലങ്കാന 261, ഉത്തരാഖണ്ഡ് 243, ഗുജറാത്ത് 226. തട്ടിപ്പുകാരുടെ ഫോൺ നമ്പറുകൾ പോലീസ് തത്സമയം നിരീക്ഷിക്കുന്ന പ്രതിബിംബ് എന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജാർഖണ്ഡിലെ തട്ടിപ്പുകൾ കുറയ്ക്കാനായി. ഈ പദ്ധതി രാജ്യമാകെ വ്യാപിപ്പിക്കുകയാണ്. ചൈന, കംബോഡിയ, മ്യാൻമാർ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് തട്ടിപ്പുകളുടെ 40 മുതൽ 50% വരെ ബുദ്ധികേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം ലഭിച്ച പരാതികളുടെ എണ്ണം ഇങ്ങനെ: പാർട്ട് ടൈം ജോലി, പ്രീപെയ്ഡ് നിക്ഷേപ തട്ടിപ്പുകൾ 1.49 ലക്ഷം, വ്യാജ വായ്പാ ആപ്പുകൾ 85,000, കസ്റ്റമർ കെയർ ആൻഡ്രോയിഡ് മാൽവെയർ 43,000, സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് കൈക്കലാക്കൽ, ആൾമാറാട്ടം 35,000, നഗ്ന വീഡിയോ കോൾ തട്ടിപ്പ് 19,000. തട്ടിപ്പ് നടന്ന് 1 മണിക്കൂറിനുള്ളിൽ ഇടപെടാനായാൽ തുക തിരിച്ചുപിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. 1930 എന്ന നമ്പറിൽ വിളിച്ചോ cybercrime.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ പരാതിപ്പെടാം. ലഭ്യമായ ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 4 മാസത്തിനിടെ സംസ്ഥാനത്ത് നിന്ന് നഷ്ടമായത് 180 കോടി രൂപയാണ്. ഇതേ കാലയളവിൽ രാജ്യത്താകെ 6,000 കോടി രൂപയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായത്. കേരളത്തിൽ കൂടുതൽ പണം നഷ്ടമായത് കൊച്ചി നഗരവാസികൾക്കാണ്, 33 കോടി രൂപ. നഷ്ടത്തിൽ 2ാം സ്ഥാനം തിരുവനന്തപുരത്തിനാണ്, 30 കോടി. കോഴിക്കോട്, തൃശൂർ, കൊല്ലം എന്നിവയാണ് മറ്റു പ്രധാന നഗരങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം.